നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് ഉണ്ടായ ചർച്ചകൾ അകത്തും പുറത്തും എന്ത് വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്, പാർട്ടി അതിനെ എങ്ങനെ കാണുന്നു? CPIM സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയ്ക്കിടെ VS വീട്ടിലേക്ക് മടങ്ങിയത് വിവാദമായി. പ്രതിഷേധിച്ച് പോയതാണെന്ന് VS പറഞ്ഞിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിനിടെ പുറത്തു പോകുന്നത് അച്ചടക്ക ലംഘനമല്ല. VSന്റെ കത്തിന് പാർട്ടി മറുപടി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ PB തിരുത്തും. അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഒരാൾ കുറച്ചുനേരം മാറി നിൽക്കുന്നത് അച്ചടക്ക ലംഘനമല്ല. VS പുറത്തു പോയത് അച്ചടക്കത്തിന് നിരക്കാത്തതാണോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇന്ന് നടന്ന പൊതുചർച്ചയിൽ ഇതുവരെ 26 പേർ പങ്കെടുത്തുവെന്നും 14 ഡെലിഗേഷനും പ്രവർത്തന റിപ്പോർട്ടിനോട് യോജിച്ചുവെന്നും കോടിയേരി അറിയിച്ചു. ഈ സമ്മേളനം ഭംഗിയായി അവസാനിക്കരുത് എന്ന് ആദ്യമേ മനസ്സിൽ നിശ്ചയിച്ചിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തോട്ട് രാഷ്ട്രീയക്കാരുണ്ട്, പത്രക്കാരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. അവരുടെ എല്ലാവരും വിജയം ഇപ്പോൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. VS ടീ ബ്രേക്ക് സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പാർട്ടി വിരുദ്ധനാണെങ്കിൽ VSനെ കൊണ്ട് ഇന്നലെ പതാക ഉയർത്തിക്കുമോ എന്നും ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ. ഞാൻ പറയുന്നത് ഇത് മാധ്യമ സൃഷ്ടിയുടെ ഒരു വലിയ കോലാഹലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VS പോയിട്ടുണ്ട്. VSന് പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്, അത് ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കാണണമെന്ന് VS ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി VS ഏത് അതിർത്തി വരെ പോയും ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ശ്രീ ബെർലിൻ കുഞ്ഞാനന്ദൻ നായർ, ഇന്നിപ്പോൾ VSുമായി സംസാരിച്ച ഒരു വ്യക്തി താങ്കളാണ്. പലതവണ അങ്ങ് സംസാരിച്ചിട്ടുണ്ടാകണം. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിമിഷത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സംസാരിച്ചിട്ടുണ്ടായില്ല, വെറുതെ പറയും. സഖാവ് VS 11 മണിക്ക് ഇറങ്ങിപ്പോയത് മൂത്രമൊഴിക്കാനോ വെള്ളം കുടിക്കാനോ അല്ല. അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ അദ്ദേഹത്തെ ഇരുത്തി പൊരിക്കുകയായിരുന്നു. എല്ലാവരും മറ്റ് പാർട്ടി പ്രശ്നങ്ങളോ ഇടതുപക്ഷ മുന്നണിയുടെ പ്രശ്നങ്ങളോ പാർട്ടിയുടെ മറ്റ് വീക്ക്നെസ്സോ ഒന്നും പറയാതെ ഉണ്ട് ഒരു VS തൈറോയിഡ് അവിടെ സൃഷ്ടിച്ച അദ്ദേഹം വളരെ ഉമ്മിഷ്ടത്തോടുകൂടി എഴുന്നേറ്റ് പോയതാണ്. അദ്ദേഹം വീട്ടിൽ പോയി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇറങ്ങിപ്പോയത്, എന്താ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. ഞാൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് മനോരമയിൽ വന്നു. അത് ഞാൻ അന്നേരം തന്നെ ഡൽഹിയിൽ വിളിച്ച ജോമി തോമസ് ആണ് ആ കത്ത് ലീക്ക് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പാലക്കാട് സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലത്ത് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അനാരോഗ്യം കാരണം ഭരതനെ നീക്കുകയുണ്ടായി. അപ്പോൾ ഭരതൻ പൊട്ടിത്തെറിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ കോടിയേരിയോട് സ്വകാര്യമായി ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. കോടിയേരി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം പിന്നീട് പുറത്തു വരികയും ഉണ്ടായി. ഇത് പറയുന്ന കോടിയേരിയുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് അറിയാം വല്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. വളരെ നിരാശാഭരിതമായ ഒരു മുഖമായിരുന്നു ഇത് പറഞ്ഞ കോടിയേരിയുടേത്. ഒരു അപകടം ഒരു സ്ഥലത്ത് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ നിജസ്ഥിതി അറിയാറ്, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. കൈരളി ചാനലിൽ ഇപ്പോൾ ഞാനൊരു സ്ക്രോൾ കാണുന്നുണ്ട്. എസ് ശർമ്മയും K ചന്ദ്രൻപിള്ളയും VS അച്യുതാനന്ദൻ്റെ വീട്ടിലെത്തി എന്നാണ് ആ സ്ക്രോൾ. VS അച്യുതാനന്ദനെ അനുനയിപ്പിക്കാൻ വേണ്ടി എസ് ശർമ്മയെയും ചന്ദ്രൻപിള്ളയെയും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വലതുപക്ഷ ബൂർഷ്വാ മാധ്യമങ്ങൾ ഇന്ന് പകൽ റിപ്പോർട്ട് ചെയ്തതല്ലേ? അത് ശരിയായി വരുന്നു എന്നല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പുറകെ വേദി വിട്ടു എന്നല്ലാതെ വേദി വിട്ടില്ല. പക്ഷെ ആ VS പോയ പോക്കിന് അതാണ് ഞാൻ പെട്ടെന്ന് ഇടപെട്ടു. VS ആ പോയ പോക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. സാധാരണ പോകുന്നത് പോലെ ഗൺമാൻ്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ ഒരു പ്രതിഷേധവുമില്ലാതെ എല്ലാവരെയും നമസ്കാരം പറഞ്ഞുകൊണ്ട് കാറിൽ കയറി പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഇത് അവിടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു മുഖമില്ല. അങ്ങ് പറഞ്ഞതുപോലെ VS ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, കത്തുണ്ട്, അതിനെതിരെ പ്രമേയമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ചർച്ച ചെയ്യണം. പക്ഷെ ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു? ലാൽ പറയുന്നതൊക്കെ ശരിയാകുമായിരുന്നു. ഒന്നുകിൽ VS ഇത്രയും മണിക്കൂറിനകം ഒരിക്കലെങ്കിലും തിരിച്ചു വന്നിരുന്നു. കാരണം VS ആ വീട്ടിലേക്ക് കയറിപ്പോയാൽ VS ഒറ്റ മാധ്യമ പ്രവർത്തനകത്തേക്ക് കയറ്റിയില്ല. പടിയടച്ച് പിണ്ഡം വെച്ച പോലെ. എന്നിട്ട് രണ്ടുപേരെ ഇപ്പൊ കയറ്റി. എസ് ശർമ്മയും
ചന്ദ്രൻപിള്ളി സ്വന്തം പാർട്ടിക്കാര് അറിയപ്പെടുന്ന സ്വന്തം VS പാർട്ടിക്കാര് ഗ്രൂപ്പുകാർ, അറിയപ്പെടുന്ന ഇല്ല, VS ഇല്ല. ഗ്രൂപ്പുകാർ.